പൊക്കോ പൊക്കോ അങ്ങനെ എത്തി നമ്മളെ ചങ്ങായി. 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എത്തിയിരിക്കുകയാണ്. സംസാരിക്കാനില്ല, കിതച്ച്. നമ്മളെ പുതിയ വീഡിയോ മലമണ്ടൻ്റെ മുകളിൽ നിന്നാണ്. നമ്മളെ വണ്ടി എല്ലാം റെഡിയാക്കി നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ട്. 3 മണിക്ക് പോകാൻ വിചാരിച്ചാണ്. നോക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഉറങ്ങി. ഏകദേശം 5 മണിയായി. ലൈറ്റായിപ്പോയി. നമ്മളെല്ലാം ടെൻറ്റും ചെയറും എല്ലാം ലോഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ നമ്മൾ അന്നത്തെ റൈൻ കോട്ട് എടുത്തിട്ടുണ്ട്. ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ 100 രൂപയുടെ കോട്ട്. ഗ്ലൗ അതിനകത്തില്ല. കർണാടക ബെൾത്തങ്ങാടി എന്നുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് റോഡാണിത്. ഇവിടുന്ന് തന്നെ ഒരു 40 കിലോമീറ്റർ പോകാണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് നടുന്ന് നിർത്താൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളെ വണ്ടി ഇതാണ്. ഫുൾ ലഗേജാണ്. രാവിലെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് വണ്ടി ഒന്ന് മൊത്തം ചെളിയിൽ നിന്ന് കുളിച്ച്. അപ്പോൾ ഓക്കെ, വീണ്ടും ഞങ്ങളെ തുടങ്ങിയാണ് യാത്ര. ഊഞ്ചി ഗൈസ് അല്ല ഊമ്പി ഗൈസ്, എന്തോ ആയി ഗൈസ്. ഞങ്ങൾ ചാർമാടി കാട്ടി എത്തുന്നാട്ടി മുമ്പ് നല്ലൊരു ഹോട്ടൽ കണ്ട്. അങ്ങനെ അടുത്ത് നല്ലല്ല ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ കണ്ട് അടുത്ത് ഫുഡ് ആക്കിയപ്പോൾ ഞങ്ങൾ ബാഗ്, ഞങ്ങളെ ക്യാമറ, ടോക്കി ഇലക്ട്രോണിക് ഐറ്റം, പവർ ബാങ്ക്, ലൈറ്റിങ്സ് ഉള്ളൊരു ബാഗ്, ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ഇതല്ല, ഇത് നമ്മളെ ബാക്കി ഐറ്റം ഉള്ള. അപ്പോൾ ആ ബാഗ് ഫുഡ് ആക്കുമ്പോൾ അവിടെ ഞങ്ങൾ വെച്ച്, ഞാനല്ല എൻ്റെ മറ്റേ വാരിസ്, അത് വെച്ചിട്ട് മാറുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ കുറച്ച് അപ്പുറത്ത് പോയിട്ടാകുമ്പോൾ ബാഗ് ഇവിടെ വെച്ചത് ഓർമ്മയില്ല. ഇപ്പോൾ 37 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഏതോ ഒരു കുറച്ച് റൈഡർച്ചിമാർ പോകുന്ന കണ്ടപ്പോൾ, ആ ബാഗ് കണ്ടപ്പോഴാണ് ഈ പൊട്ടന് ഓർമ്മ വന്നത്. നമ്മളെ ബാഗ് എവിടെയായിരുന്നു. അല്ല, ബാഗ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറായി. ഇപ്പോൾ ഞാൻ അവിടെ എത്തി. നോക്കുമ്പോൾ ബാഗ് ആരും എടുത്തിട്ടില്ല. ആ ഹോട്ടലിൽ ആരും പോകാത്തതുകൊണ്ട് ബാഗ് അവിടെ തന്നെ ഉണ്ട്. ഹോട്ടലിൻ്റെ അവർക്ക് വരെ അറിഞ്ഞിട്ടില്ല ബാഗ് അവിടെ ഉണ്ടാകും. അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോസ്റ്റാണ്. നമ്മൾ വീഡിയോ എടുക്കേണ്ട ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ക്ലൈമാറ്റെല്ലാം പോയി. നല്ല ക്ലൈമാറ്റ് ആയിരുന്നല്ലോ, മഞ്ഞും ഇതൊക്കെ ഉണ്ടായതൊക്കെ. എൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് നമ്മളെ മാറിയെന്നേക്കാം, കൊത്തിത്തെറിപ്പിക്കും. കർണാടകയായിരിക്കും. അപ്പോൾ നല്ല മഞ്ഞുള്ള ഇതായിരുന്നു, നല്ല ക്ലൈമാറ്റ്, നല്ല ഇതുണ്ട്, മഞ്ഞുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നമുക്ക് അങ്ങ് ആ കാണാൻ മലയില്ല, അതിൻ്റെ അപ്പുറം കുറച്ച് പോകാണ്ട്. ഇവിടെ നിന്നൊരു 20 എത്ര കിലോമീറ്റർ പോകാണ്ട് ഇവിടുന്ന്. അപ്പോൾ അവന് ബാഗ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടാണ് ഇപ്പോൾ ഇനി വീഡിയോ സ്റ്റാർട്ടിങ് കുറച്ച് ഇതായിപ്പോയി. പൊക്കോ അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിച്ച് സമ്മതിക്കത്തില്ല. പുറകിൽ നിന്ന് വന്ന് ചിലപ്പോൾ ഇടിക്കും. താഴെപ്പുറത്തേതാണ് കുഴിയാണുള്ളത്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിൽ വന്നു. ഈ ഒരു ഏരിയ വെയിലുണ്ട്, ബാഗത്തിൻ്റെ ഇടയിൽ വരുന്ന നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തുമ്പോൾ ഈ ബാഗ് മറന്നതോ അത് ഓർമ്മ വരലായിരുന്നു. നമ്മളവിടെ ഒരു സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ഒരു പാലത്തിൻ്റെ അടുത്ത്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു വണ്ടി പാസ്സാകുമ്പോൾ ഒരു പെണ്ണിൻ്റെ ബാഗ് കണ്ടു. ആ ബാഗ് കണ്ടപ്പോൾ നമ്മളെ ബാഗ് മിസ്സായെന്ന് അവനിക്കറിഞ്ഞു. അപ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ അങ്ങോട്ടും വേണം 1 മണിക്കൂർ ഇങ്ങോട്ടും വേണം. 37 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഘാട്ടി റോഡാണ് ചാർമാടി. ഇങ്ങനെ കയറ്റമാണ്, അതുപോലെ ടേണും ഉണ്ട്. പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് ഓവർ സ്പീഡ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ 2 പ്രാവശ്യം രാവിലെ മഴയുണ്ടായിരുന്നു. അതായത് കാസർഗോഡ് മുതൽ വെളുത്തങ്ങാടി ആ ഏരിയ വരെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല, റോഡ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളവ് ഏരിയയിലെല്ലാം വണ്ടി 2 പ്രാവശ്യം തെന്നി. അപ്പോൾ സ്പീഡ് പോകാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എല്ലാം ഡൊമിനർ ഉണ്ട്, ആ ഡൊമിനറിൽ തന്നെ ചരിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ബാക്ക് ടയർ 2 പ്രാവശ്യം തെന്നി. പക്ഷേ തെന്നി മാത്രമല്ല, അപ്പോൾ തന്നെ കൺട്രോളാക്കി കിട്ടി. ഇപ്പോഴത്തെ വണ്ടിയുടെ ബ്രേക്ക് ബാക്ക് ഓടിക്കുമ്പോൾ ഫ്രണ്ട് വർക്കാവും, ഫ്രണ്ട് ഓടിച്ച് ബാക്ക് വർക്കാവും. നമ്മൾ ബാക്ക് ഓടിക്കുമ്പോൾ ഫ്രണ്ട് വർക്കാകുമ്പോൾ വളവിൽ ടയർ സ്റ്റക്കാണ്. അപ്പോൾ ബ്രേക്കിംഗ് ആകുന്നതുകൊണ്ട് ഫുള്ള് വെയിറ്റ് ബാക്ക് ഔട്ടല്ലാന്നത് ഇങ്ങനെ കയറ്റത്തിൽ പോകുമ്പോൾ. അപ്പോൾ ഫ്രണ്ട് ടയർ ജസ്റ്റ് ഒന്ന് സ്കിഡായി, ഒന്നും ആയില്ല. അപ്പോൾ നമ്മൾ കൺട്രോളാക്കി എടുത്ത്. പിന്നെ ഓവർ സ്പീഡ് വരണ്ട, പതുക്കെ വന്നാൽ മതിയെന്ന്. വളവുള്ള റോഡല്ലേ. അപ്പോൾ ഇതിലാണ് വരുന്ന വഴി. നമുക്ക് പോകേണ്ട വഴി കുറച്ച് അപ്പുറത്താണ്. അവിടെ വെയിലുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവൻ ആ ത്രില്ലിൽ ചിലപ്പോൾ അങ്ങനെ പറന്നുകൊണ്ട് പോകും. പിന്നെ അതിന് തിരിച്ച് വിളിക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ആക്കാം. ഫോണിലാണ് ചാർജ് കുറഞ്ഞ്. നമ്മളെ ക്യാമ്പിങ് വീഡിയോ ആണ്, കർണാടകയിലെ ദേവർമന. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ എപ്പോഴും ചെയ്യുന്നത് പോലെ ക്യാമ്പ് അടിക്കുന്ന വീഡിയോ. ഇന്ന് കുറച്ച് ഓൺ വോയിസ് ആയിട്ട് വന്ന്. കുറേ ആൾക്കാർക്ക് നമ്മളെ ഫസ്റ്റത്തെ സബ്സ്ക്രൈബെല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്കെല്ലാം ASMR ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓൺ വോയിസ് വരാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള അവനില്ല, അവൻ്റെ സംസാരിച്ചാൽ അവൻ്റെ ശരിക്കുള്ള സ്ഥലം ഇവിടെയാണ്, ഉള്ളാളാണ്, കർണാടക ആ സൈഡാണ്. അപ്പോൾ സംസാരം കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ പിന്നെ ആലപ്പുഴയിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാസർഗോഡും ആലപ്പുഴ സ്ലാങ്ങും കുറച്ച് ഇടയിൽ ഇങ്ങനെ കയറി വരും. ചിലപ്പോൾ കാസർഗോഡ് ഇറങ്ങിപ്പോവും, ഇങ്ങനെ എന്തൊക്കെ വരും. അപ്പോൾ ഒന്ന് ഓൺ വോയിസ് വരാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാമ്പിങ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വരാൻ പോകുന്നത്. വലിയ ചൂട് കൂടുതൽ ആ ഏരിയ. ഞങ്ങൾ പോണ ഏരിയയിൽ നല്ല മഞ്ഞുണ്ട് ആ ഏരിയയിൽ. ക്യാമറയിൽ കാണത്തില്ല, ക്യാമറ ക്ലാരിറ്റി ഡ്രോപ്പാണ് ഗൈസ്. അങ്ങനെ എത്തി നമ്മളെ ചങ്ങായി. 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ബാഗ് ഈ ബാഗായിരുന്നു മിസ്സായത്. ഇതിലാണ് നമ്മളെല്ലാം ഓപ്പണായി കാണിച്ചത്, നമ്മളെ ഐറ്റം കാണിച്ചത്. ഉള്ള ക്യാമറ കാര്യങ്ങളും എല്ലാം കുന്ത്രാണ്ടുള്ള ഇതിലാണ് ഉള്ള ലൈറ്റിങ്സ്. അത് ഇത് എത്ര കിലോമീറ്റർ വരുമോ? 35 കിലോമീറ്റർ. ആ വൺ സൈഡ് അല്ലേ? ആ നല്ല കാര്യം ഉണ്ടായിരുന്ന. അപ്പോൾ ഞങ്ങളെത്തി. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയി നല്ല. ഇപ്പോൾ എന്തായാലും വന്നല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. 35 അപ്പോൾ എത്ര 70 അല്ല 70 കിലോമീറ്റർ റെസ്റ്റ് ഇല്ലാതെ അല്ല. അത് വളവുള്ള റോഡ്. ഇത് കഴുകും, മോൻ കഴുകും. എത്തിക്കഴിഞ്ഞോ? അങ്ങനെ ഞങ്ങൾ 12:30 ഞങ്ങൾ എത്തി. 9 മണിക്ക് എത്തേണ്ടത്. സംസാരിക്കാനില്ല, കിതച്ച്. നമ്മളെ സ്പോട്ട് വണ്ടി പാർക്കാക്കിയാണ്. മുമ്പ് പെർമിഷനും ഫോറസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ പബ്ലിക് കൂടിയോണ്ട് പെർമിഷൻ എടുക്കുന്നു. ക്യാമറ അതോടുന്നു പറയാൻ പറ്റുന്നില്ല. ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ പ്ലാസ്റ്റിക് കവറ്, ടെൻറ്റ്, ഇതൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇവർ കന്നഡ നല്ല അറിയുന്നതുകൊണ്ട് സംസാരിച്ച് മലയാളികളെല്ലാം ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ കന്നഡ കാരണം നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇത്രയല്ല കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോട്ടെ. എൻ്റെ ഹെവി ലോഡാണുള്ളത്. ബാക്കോട്ടെല്ലാം പോകുന്നുണ്ട്. സ്ഥലം കാണിച്ചുതരാം. ഫുള്ള് മഞ്ഞ്. വാച്ചെടുക്കാൻ വന്നു, ഈ സമയം കാണിച്ചു തരാമല്ലോ. ഓ 1 മണി. ഞാനിതങ്ങാ കാണുന്നത് മേഘം മുട്ടി നിൽക്കണില്ലേ, അവിടെയാണ് നമ്മളെ സ്പോട്ട്. ഇപ്പം ഇതും കൊണ്ട് അവിടെ നടക്കണം. അപ്പോൾ ക്യാമറ
വെച്ചിട്ട് എടുക്കാനുള്ള ഇതില്ല. ഈ ബാഗിൽ 6 ലിറ്റർ വെള്ളം തന്നെ ഉണ്ട്. വെള്ളത്തിൽ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് സ്റ്റൗ അത് ഇത് ഓ ആ എന്താ അതിൽ 2 ചെയർ, ടെൻറ്റ് അതിന് തന്നെ നല്ല വെയിറ്റ് ചെയർ. പിന്നെ നമ്മളെ ടേബിളും അതൊന്നും എടുത്തിട്ടില്ല, നടക്കുന്നില്ല. നമ്മളെ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, നമുക്കതിനും കുറച്ച് നടക്കാണ്ട്. പിന്നെ അതുപോലെ കുറേ കൊണ്ടുപോകാൻ പറ്റത്തില്ല പറഞ്ഞു. കന്നഡയിൽ പറഞ്ഞിട്ടല്ല, കന്നഡ അറിയുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലുണ്ട് നമ്മൾ ഈ നാട്ടുകാരനെന്ന്. പുറത്തെ നാട്ടുകാരാണെങ്കിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നമ്മൾ വിട്ട് ഒന്നുമില്ല. വെള്ളം തിരിച്ചു വരുമ്പോൾ കുപ്പിയെല്ലാം കാണിക്കാന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് ഐറ്റം അല്ല. സംബന്ധിച്ചവരുടെ മുമ്പ് ആർക്കും അറിയുന്നുണ്ടായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ സ്റ്റോറി സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എന്തായി എന്താ എന്താ ചങ്ങായിക്ക് വെന്തതാ. അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. വെള്ളം കുടിച്ചോ? ഇതാണ് പ്ലേസ്. ഇതാ അടുത്തേക്ക് എത്ര 100 മീറ്റർ ഉണ്ടല്ലേ? 100 ഞാൻ കൂടുതലുണ്ട്. 1/2 കിലോമീറ്റർ സ്ട്രൈറ്റ് അല്ല കുന്നുമല. ലോഡ് കൊണ്ട് പറ്റുന്നില്ല. അങ്ങോട്ട് കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. മഞ്ഞ് ഫുള്ള് മൂടിയില്ല. 3 മണിയാകുമ്പോൾ സെറ്റാവും ഫുള്ള്. പ്ലേസ് ഇത് റെൻ്റ് അടിക്കാൻ നോക്കുന്നില്ല. പക്ഷെ ക്ലൈമാറ്റ് ഉണ്ട്, നല്ല നല്ല സ്ഥലം, നല്ല അടിപൊളി നല്ലത്. അവിടെ ഉണ്ട് നല്ല പച്ചമലകൾ, സൈഡ് നല്ല പച്ചമലകൾ. ടെൻറ്റ് ഈ ആംഗിൾ വെക്കാം. ഈ ആംഗിൾ ഏതാണ്ട് ആ ഈ ആംഗിൾ ആൾക്കാരുണ്ടല്ലോ, അത് കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് പോകണം. ഈ ബാഗ് കൊണ്ട് പോകാൻ പറ്റില്ല. ലോഡുണ്ട്, തണുപ്പുണ്ട്, പക്ഷെ ചൂടുണ്ട്. തണുപ്പുണ്ട്. വെയിൽ വരുമ്പോൾ ചൂട് പോകണം. കല്ല് കഷ്ടം അങ്ങോട്ട് മാറ്റിയെങ്കിലല്ലേ. ഈ 2-3 കല്ലില്ലേ, കല്ല് കുറച്ച് അങ്ങോട്ട് മാറ്റിയെങ്കിൽ വളർത്തുന്നത് കല്ല് ഇടവക്ക. കല്ലിന് എന്തെങ്കിലും പിടിക്കാനൊക്കെ കല്ലിടും. അവിടെ നമുക്ക് കുറേ ഈ ലോഡ് പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻറ്റെല്ലാം പെട്ടെന്ന് സെറ്റാക്കുന്നത്, ഇല്ലെങ്കിൽ ടൈം എടുക്കും. ഇരുട്ടാൻ നട്ടുമ്പോൾ പെട്ടെന്ന് പോകണം, കുറച്ച് നടക്കാണ്ട്. ടോട്ടൽ 2 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. നമ്മളിപ്പോൾ 1 കിലോമീറ്റർ വന്ന് ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട് എൻഡിലേക്ക്. നമ്മൾ ലൊക്കേഷൻ വെച്ച സ്ഥലം അതിന് 500 മീറ്റർ കൂടിയാണ് നടക്കാനുള്ളത്. പറ്റുന്നില്ല, ഈ മല കണ്ട, മല കവറാക്കാൻ പണിയുണ്ട്. അതിലിറങ്ങി കയറ്റം. പക്ഷെ അതിൽ ഇങ്ങനത്തെ കയറ്റമാണ്. ഏതാണ്ട് ഇതേപോലത്തെ കയറ്റം ഉണ്ടാവും. ഇതാ ആ കാണുന്ന കയറ്റം. അതേപോലെ അങ്ങ് വന്ന വഴിയാണത്. ആ മല ഇറങ്ങി സ്ട്രൈറ്റ് ഇതിൽ നടന്ന് ചെറിയൊരു കയറ്റമുണ്ട്. പക്ഷെ ലോഡും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് മഞ്ഞ് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല, മൊബൈൽ നെറ്റ്വർക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് മോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോണ് നെറ്റ്വർക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചാർജ് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മളെ ടെൻറ്റ് ഞാൻ സെറ്റാക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ 3 മണിയുടെ അടുത്തായി. ടെൻ്റെല്ലാം സെറ്റാക്കിയിട്ടായിട്ട് ലൊക്കേഷൻ കിട്ടി. അങ്ങനെ വിശന്നിട്ട് കഴിയാം. രാവിലെ ആടുന്ന ബാഗ് മിസ്സായ സമയം ആടുന്നാണ് ഫുഡാക്കിയത്. പിന്നെ കേരളത്തിൽ തന്നെ നേന്ത്രപ്പഴം ഇങ്ങോട്ട് ഇവിടെ ഇതില്ല, നേന്ത്രപ്പഴം ഇല്ല അവിടെ. എന്ത് കൊണ്ടെന്നറിയില്ല. ആ മലയൊന്നും കാണുന്നില്ല, ഭയങ്കര മഞ്ഞ്. ചൂടലയില് മഞ്ഞ് വരും പോവും, വെയിൽ വരും, തണുപ്പ്, ചൂടുമ്പോൾ ചൂട്. വേസ്റ്റ് കളയണമെന്ന് പറഞ്ഞു. പഴയതിന് കുഴപ്പമില്ല. പ്ലാസ്റ്റിക് എല്ലാം എന്തായാലും നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. വയസ്സെല്ലാം ഫുള്ള് ടയർഡായി. അങ്ങനെ ടയർഡല്ല അല്ല, കുറച്ച് ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ബാഗ് മിസ്സായതുകൊണ്ട് ഫുള്ള് ടൈം അങ്ങോട്ട് കൊണ്ടായി. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഇടിയെല്ലാം മുട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻറ്റിൻ്റെ റെയിൻ പ്രൂഫ് കൂടി സെറ്റാക്കി. നമ്മൾ ഇതിട്ടെങ്ങാനും വെള്ളം കയറത്തില്ല. അതിന് മഴ പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സാധനം എല്ലാം ലഗേജ് എല്ലാം ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇവിടെ മഴ കൊള്ളത്തില്ല. ബോഡി അതിൻ്റെ അവിടെ കയറി ഇരിക്കാം. കുറച്ച് ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. ഏതാ ഇതുങ്ങളെ നിൽക്ക് കാണുന്നുണ്ടാ? പോയി 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 പോയി
ടെൻറ്റ് സെറ്റപ്പൊക്കെ കാണുമ്പോൾ എന്തൊക്കെ വിചാരിക്കും ആൾക്കാർ. അപ്പോൾ നമ്മൾ ഫുഡാക്കാൻ പോയാണ്. വേറൊന്നും നോക്കാനില്ല, വിശന്നിട്ട് കണ്ണാണെന്നില്ല, നേന്ത്രം പഴം തന്നിട്ട് എന്താ അറിയുന്നില്ല. അപ്പോൾ നമ്മളെ പണി സാധനങ്ങളാണ് ഫുഡുണ്ടാക്കാനുള്ള എല്ലാ ഐറ്റമും. അപ്പോൾ എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ഫ്രൈ നല്ല വൈറ്റ് റൈസും ബട്ടാറ്റൻ്റെ ഭാജിയും. അടിപൊളിയാവും. അടിപൊളി. ആ ക്ലൈമറ്റ് അതാണ്. ഇതാ കുറച്ച് വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ മഞ്ഞ് വന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകാൻ തുടങ്ങി. കുക്കിങ്ങിൻ്റെ ആളുണ്ടാവും, പിന്നെ പേടിക്കാൻ എന്നുള്ളത്. ലെഗ് പീസ് നോക്കല്ലോ. വിങ്സ് എത്ര വിങ്സ് ഉണ്ട്? 2 വിങ്സ് ഉണ്ടല്ലേ. നമ്മളെ പാരിസ് ഫുഡ് ഉണ്ടായിക്കോ, ചിക്കൻ കഴുകിക്കോളുണ്ട്. ചിക്കൻ കഴുകി ക്ലീനായി വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ 150 കിലോമീറ്റർ, 147 ഉണ്ട്, 150 റൗണ്ടായിട്ട് പറയണത്. അപ്പം അത്ര ദൂരം വന്നിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് അടിക്കുന്നത്. ഇങ്ങനത്തെ സ്ഥലം കാണണമെങ്കിൽ ഇത്ര ദൂരം പറഞ്ഞു തരും താണ്ടിയിട്ട്. ആ കടലും താണ്ടി അതും താണ്ടി. ആ ചിക്കൻ അങ്ങനെ കഴുകി വെളുപ്പിച്ച് കളഞ്ഞ് മസാല ഓൾസാക്കുന്നല്ല എല്ലാം അറിയാം. മസാലക്കുള്ള മുറി തുടങ്ങി. ആദ്യം കുത്തലായിരുന്നു, രണ്ടാമത് മുറി. എണ്ണ ഉണ്ടല്ലോ സംഭവം, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് എണ്ണ ഉണ്ട്. ഇതെടുത്ത് മാറ്റില്ലെങ്കിൽ ചക്കടി. ഏത് ഓക്കെ, അങ്ങനെ ചിക്കൻ മസാല ഇട്ടിട്ട് വെച്ച് ഇനി നെക്സ്റ്റ് മുളകിലിട്ടിട്ട് നല്ല ജാമ്പിളും അല്ല കാര്യമായ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റൗ ആണ് എടുക്കേണ്ടത്. സ്റ്റൗ എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം. സ്റ്റൗ ഇതാണ്. കേടൊക്കെ ഇത് വെക്കാമല്ലോ മുകളിൽ. കാറ്റുണ്ടാവല്ലേ, ടെൻറ്റിൻ്റെ സൈഡ് വെക്കാം. കാറ്റ് ഫുള്ള് കാറ്റ് തന്നെ. ടെൻറ്റ് സ്റ്റൗ ഇപ്പോൾ ഓപ്പൺ ആക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ കാണും. പിന്നെ തീ കൊടുക്കാൻ വന്നതെന്ന് അറിയാം.
അപ്പോൾ ചോറ് ഇന്ന് തിളച്ച് മറി. ഇപ്പോൾ എത്ര പാക്ക് കവർ ഫുള്ള് ലണ്ടനിലേക്ക് തന്നെയാണ്. ഓക്കെ, അരി മറ്റതാക്കട്ടെ. ഇത് ഒരാഴ്ചക്കുള്ള അരി ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് അവരോട് കളയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെവിടെയെങ്കിലും നോക്കാം. ചെമ്പിലേക്കാളുള്ള അരിയാണ് കൊണ്ട് പറയുന്നത്. ഇത്ര വേണോ? ഓ, ഇതത്ര ആവുമെന്ന് പറഞ്ഞത്. ആ, ഇത്ര വേണ്ട. ആ, അതിന്റെ പകുതി കുറച്ച് മുക്കാവതി എടുത്തു, കാപ്പകതി വെച്ചു. ഒട്ടേണ്ടാ. ഉള്ളിയാ രണ്ട് വേണോ? പിന്നെ കട്ടായിട്ട് മുറിച്ചിട്ട് ഇതുവരെ കൈ കഴുകാത്ത ആൾക്കാരൊക്കെ കൊണ്ടാണ് കൈ അല്ലാതെ അരി കഴിപ്പിക്കണത്. കൈ അരി തീർന്നെന്ന് തോന്നുന്നു. സാറില്ല പോകും ബട്ടായിട്ട് കൈ പീസുണ്ട് മുറിക്കാൻ. ലാസ്റ്റ് എത്ര പ്രാവശ്യം കഴുകണ്ട അരി? 3 പ്രാവശ്യം 4 പ്രാവശ്യം. രണ്ടായി രണ്ടായി. എന്നൊരു പ്രാവശ്യം കഴിഞ്ഞില്ല. ഒരു പൈപ്പിലെ മതി. ഇനി ഉള്ളി മുറിക്കൽ. എന്തായാലും ഫുഡ് റെഡി ചെയ്യാൻ സമയമെടുത്തു. ചെറിയൊരു നിയന്ത്രണം ഇങ്ങോട്ട് പോണേ. ഭയങ്കര മഞ്ഞ് കാണിച്ചു തരാം. ബാക്ക് ഫുൾ ഓക്കെ. നെക്സ്റ്റ് അപ്പോൾ സ്റ്റൗ വെക്കണം. സ്റ്റൗ കാറ്റ് വരാത്ത ഏരിയയിലാണ് അപ്പോൾ കാറ്റ്
കത്തിയാടില്ല പുറത്തിട്ടിനാ കൂട്ടലുണ്ടോ? കൊള്ളു ഒറ്റപ്പാട്ട് കത്തിയല്ലോ. കത്തുന്നുണ്ടല്ലേ? കഞ്ഞി വെക്കുന്നുണ്ട്. പിന്നെ കഞ്ഞി റെഡിയാകുന്ന വരെ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലേ? എന്ത് സാധനം ഒന്നും അറിയുന്നില്ല. ഈത്തപ്പഴം നല്ലത്. ഈത്തപ്പഴം പോലെ തന്നെ വേറെ എന്തോ സാധനം. നമ്മളെ ഫുഡ് എന്തായി? ഫുഡ് കഞ്ഞി 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 നോക്കാം. കഞ്ഞി കണ്ടാ കുറച്ചുകൂടി ഇതുണ്ട്. കാര്യമായ ഫുഡാക്കാൻ പ്ലാനുണ്ട്. നേരത്തെ വന്ന മഞ്ഞ് ഇപ്പം വെയിലോ കുറച്ച് മുമ്പ് സ്ഥലം എത്തായില്ലായിരുന്നു. വീണ്ടും മഞ്ഞ് സെറ്റാകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരും. കഞ്ഞി റെഡിയായി. നെക്സ്റ്റ് കറിയിലോട്ടാണ് പോണത്. അത് കഴിഞ്ഞിട്ടാണ് ഫ്രൈ. ആദ്യം കറി ഉണ്ടാക്കാനാണ് ടൈം എടുക്കും. ഫ്രൈ പിന്നെ നമ്മൾ മസാല ഇട്ടുകൊണ്ട് ചട്ടിയിലോട്ട് ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിനുള്ള എല്ലാ സെറ്റപ്പും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്.
ഫോണിൻ്റെ ചാർജൊക്കെ തീർന്ന് ചാർജൊക്കെ ഒന്ന് കുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് പിന്നെ ക്ലൈമറ്റ് മാറുന്നുണ്ട്, ഭയങ്കര ഡാർക്ക് അടിക്കും, മഞ്ഞ് വരുന്നു പോന്ന് കോടമഞ്ഞ്. ചാർജ് തീരുന്നുണ്ട്, ചാർജ് 35% അപ്പോൾ ഒന്ന് ചാർജ് കുത്തിച്ചിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവും. തണുപ്പൊക്കെ കയറിയിട്ട് തൊണ്ടയൊക്കെ സൗണ്ടൊക്കെ പോയി. ഓക്കെ, അങ്ങനെ ഗ്യാസ് തീർന്ന് ഇതാണ് ഈ സാധനം. പിന്നെ ഓൺലൈനിൽ 240-200 ഷോപ്പിൽ വെറും 130 അതല്ല, സ്പീഡ് നല്ലോണം ഗ്യാസ് ഇല്ല, പെട്ടെന്ന് ഇത് ഭയങ്കര തണുപ്പ് വരും. അതിലോട്ട് അങ്ങനെ ബുദ്ധ ഗ്യാസ് വെച്ച് പോകാനേ മനസ്സ് വരുന്നില്ല, അമ്മാതിരി ക്ലൈമാറ്റാണ് വരുന്നത്. ഇടയ്ക്ക് നമ്മളെ ഫ്രൈ ആക്കുന്നത് എന്നിട്ട് തണുപ്പിക്കുന്നത്. പബ്ലിക് ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഗസി റെഡിയാക്കി. ഇത് വേണം ഫ്രൈ കഴിക്കുന്നത്. നല്ല മസാല സെറ്റ്, മസാല പിടിച്ച ശേഷം 1 മണിക്കൂറോളം കൂടുതലായി. പക്ഷേ ക്ലൈമറ്റ് സെറ്റ് ഇതാ. ക്ലൈമറ്റും ചിക്കൻ ഫ്രൈയും ചോറും ബട്ടാറ്റ എന്തെന്ത് ഇപ്പം മരുന്ന് ബട്ടാറ്റ മസാല. ഓക്കെ, അപ്പോൾ ചട്ടി ചട്ടി കൊണ്ടാവോ? അപ്പോൾ അത് പ്ലേറ്റിൽ ഷിഫ്റ്റ് ആക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ഇവിടെ വെച്ച് കഴുകണം. കുറച്ച് വെള്ളം 1 ലിറ്റർ. പ്ലേറ്റ് താഴെ വീഴാൻ നോക്കിയോ, എന്നിട്ട് പോകേണ്ട വരും. റെഡിയാക്കണം, ചൂട് പോകുന്നിട്ട് ഇവിടെ അടിച്ച് കയറ്റണം. അതിനുള്ളിൽ വെക്കാൻ ചിക്കൻ ഫ്രൈ. നെക്സ്റ്റ് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ പാത്രം കഴുകി വൃത്തിയാക്കി അടുത്ത വീണ്ടും ചിക്കൻ ഫ്രൈ. യെസ്, എണ്ണ തിളക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എണ്ണ തിളച്ച പാട് നമ്മൾ ചിക്കൻ ഉള്ളിൽ ഇത് പൊട്ടോട്ടോ സൗണ്ട് കേൾക്കുന്നത്. അമ്മ പൊരിയണ സൗണ്ട് പൊരിയുന്നതാ. അപ്പുറത്ത് കുറേ പെൺപിള്ളേരൊക്കെ പോയി. 3 വർഷം ചിക്കനേ ഉള്ളല്ലേ കൊടുക്കാൻ. മുരിഞ്ഞ് വരുന്നുണ്ട് മഴ.
കുറച്ചുകൂടി എണ്ണ ഇല്ല, എണ്ണ കുറച്ച് കുറഞ്ഞ പോലെ അതെ ഒരു കപ്പ് ക്ലൈമറ്റാണ് ഒരു രക്ഷയില്ല. വയറൊക്കെ കരിഞ്ഞ് പുകയുന്നുണ്ട്. എന്ത് വേണം, ചിക്കൻ വേണം, ഒട്ടിക്കുമ്പോൾ ഏത് വേണമെന്ന് അറിയില്ല. വാ, ചിക്കൻ റെഡി ഉണ്ടാവല്ലേ? ചിക്കൻ കടായി ചിക്കൻ കരിഞ്ഞ ചിക്കനെ പോലെ ആവല്. നോക്കി തുറന്നു നോക്കിയാൽ കരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചിക്കന് ഫ്രൈ റെഡി ആയി കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര തണുത്ത കാറ്റായതുകൊണ്ട് ഫുള്ള് റിലീസാക്കാം. ഓക്കെ, സേഫ്റ്റിയാണ്. ഓക്കെ, ഭയങ്കര തണുപ്പുണ്ടായതുകൊണ്ട് ചട്ടി ചൂടാവാൻ ഭയങ്കര ടൈം എടുത്ത്. ഭയങ്കര അല്ലേ, അതിനിടെ കുറച്ച് അങ്ങോട്ടെല്ലാം പോയി ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടാണ് ഇവിടെ സംഭവം സെറ്റായി. ഓവർ തീ കൂട്ടിയിടാൻ പറ്റത്തില്ല. വെച്ചാൽ അതിൻ്റെ സൈഡുള്ള സിലിണ്ടറില്ലേ, ഇതിൻ്റെ ചൂട് അതിലോട്ട് തട്ടിയിട്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള ഗ്യാസാണ്. പിന്നെ പറയണ്ടല്ലേ, 2 അൽഫാം ഉണ്ടാവും ഇവിടെ. ഇത് മല ഇല്ല തേയില ഇവിടെ ഇടി നടക്കും ഇവിടെ ഈ മലേൻ്റെ മുകളിൽ. ഫുഡ് ഉണ്ടാക്കിയാൽക്ക് ഒന്നേ. ഓക്കെ ഏട്ടാ വാങ്ങടാ. ഞാൻ ഇപ്പൊ ചാടിച്ചാവും, ഇപ്പൊ ചാടിച്ചാവും ഞാൻ. എങ്ങനെണ്ടാ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചൂട് വേണ്ട വേണ്ട, കഷ്ണം തന്നാൽ മതി. ഇത് മതി, ഇത് മതി, ഇത് മാത്രം. പ്ലേറ്റ് എടുക്കണ്ട, പ്ലേറ്റ് ഒന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി, ചോറ് റെഡിയായി. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ എന്താ സൂന പ്ലേറ്റ് കൊടുത്തു. പ്ലേറ്റ് ഇതാ ഒന്ന് ഇടുന്നുണ്ട്, അപ്പുറത്തുണ്ട്. നമ്മളെ ഇതെടുക്കട്ടെ. ഓക്കെ, ഗൈസ് അങ്ങനെ ഫുഡ് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ചോറും ചിക്കൻ ഫ്രൈ, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സാധനം, അതെന്താണ് ഇതിൻ്റെ പേര് കിട്ടിയിട്ടില്ല. വറവ്. ഓക്കെ, ലെക്ക് തല്ലാവോ? കുറച്ച് ഇതിലോട്ട് നമ്മൾ മറ്റേ സാധനം അതും പൊട്ടിച്ചോടി. അംബാനി ഒയിബ്. ഏത് ഒയിബ്? അംബാനി മലേൻ്റെ മുകളിലല്ലേ? മറക്കം अपना अपना एक तेरा एक मेरा. हटाओ हटाओ. അപ്പോൾ ഇതാ അടിക്ക്, എനി ടൈം ഇല്ല, എനിക്ക് ആക്കാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേ വീഡിയോ വരാൻ പോകുന്നത്. സ്ഥലം വീഡിയോ ലോങ് ബെൽത്തുണ്ടോ, കാര്യമായ വീഡിയോ സ്റ്റേ ആക്കാനുള്ള സ്ഥലം കിട്ടുന്നില്ല, അതാണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു അത് എന്താ കിഴങ്ങ് കഴിച്ചതാ.
ഒരു കിഴങ്ങാഴ്ചയും കൂടി എടുത്ത് അത് ചായ കുടിച്ചിട്ട് ഓക്കെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാം പോകാൻ വേണ്ടി റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ടെൻ്റ് കഴിക്കാൻ പോയാണ്. ഓക്കെ, ഇപ്പം അയക്കാൻ തുടങ്ങിയെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ പോകണം ഇതെല്ലാം മൊത്തം സെറ്റാക്കാൻ. എല്ലാം ഓരോ കവറാക്കാനും ലൈറ്റും അത് ഇതും പാക്കറ്റിലാക്കിയിട്ട് വെക്കാനുള്ള പണിയുണ്ട്. അങ്ങനെ ഒരാളുണ്ട് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ 6 മണിയായി. ഇപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. അതായത് നേരത്തെ കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് പെർമിഷൻ ഇല്ലാതെ നമുക്ക് ടെൻ്റ് അടിക്കാനും ക്യാമ്പ് അടിക്കാൻ പറ്റത്തില്ല. ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ഫോണിലും ഗോപ്രോയിലും വെച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 6 മണിയായി. ഇപ്പോൾ ലേറ്റായി. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റേ ആകുന്നില്ല. നമ്മളെന്തായാലും ഫുള്ള് എല്ലാ സാധനം പാക്കാക്കാൻ പോയാണ്. അപ്പോൾ അതിന് മുമ്പ് ലാസ്റ്റ് വന്ന ചെറിയൊരു കിഴങ്ങ് അയച്ചത് അതും കൂടി ചായ കുടിച്ചിട്ട് വിടാൻ വിചാരിച്ച്. ഇപ്പം തന്നെ കോട കയറിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ഗുണമായി. തണുപ്പ് കൂടാൻ തുടങ്ങി. 6 മണിയായില്ല. ഇനി സൂര്യൻ പോയി, ഇനി ഇരുട്ടാവും. നമ്മളടുത്താണെങ്കിൽ ലൈറ്റിങ്സ് ഇല്ല. നമ്മളെ മറ്റേ മുമ്പ് എടുത്തോണ്ട് അതുകൊണ്ട് അത് വെയിറ്റ് കൂടിയതുകൊണ്ട് എടുക്കാമല്ലോ. ബാറ്ററി ഉള്ളതുകൊണ്ട് വെയിറ്റ് പിന്നെ കുറേ ചുവന്നുകൊണ്ട് കൊണ്ട് വരണ്ടേ. അത് നമ്മൾ ആ സാധനം എടുത്തിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പം പോയാണേ. അപ്പോൾ ഇത് കൂടി ഒന്ന് കാച്ചിട്ട് അതാ വൃത്തികളെ പോയി. കൊടൈക്കനാൽ സ്കോട്ട്ലാൻഡ്. അങ്ങനെ കിഴങ്ങ് കഴിക്കുന്നുണ്ട്. ഇതും കൂടി കഴിച്ച് നമ്മൾ കഴിച്ച് ഞങ്ങൾ പോകുന്നതാണ്. അതിന് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഇപ്പം ക്യാമറയിൽ കാണുന്നുണ്ട്, നേരിട്ട് ഇരുട്ടുണ്ട്. കണ്ടോ, ഒന്നും കാണുന്നില്ല. കുറച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് വന്നാൽ ഒന്നും കാണുന്നില്ല. ആരും എല്ലാവരും പോയി. നമുക്ക് പോകേണ്ട വഴി ഇതാണ്. കുറച്ച് നടക്കാണ്ട് അവിടെയാണ് ഉള്ളത്. പക്ഷെ അവരെ കാണുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ മഞ്ഞില്ല. ഇങ്ങനെയാണ് മഞ്ഞ്. ഇപ്പം 6:20 ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം 6 നേരെ നടക്കാൻ പറ്റുന്നില്ല അതിലെ. കാഴ്ച കഴിഞ്ഞു. കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നതിന് കുറച്ച് പ്ലേറ്റ് ഒന്ന് ക്ലീനാക്കണ്ട. അങ്ങനെ ഒരു കുപ്പിയുള്ളു. പ്ലേറ്റ് ഒന്ന് ക്ലീനാക്കാണ്ട് അത് നമ്മൾ ചെറിയ തുണിയുണ്ട്. ആ തുണിയിലൊന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് വീട്ടിലെത്തിയിട്ട് മൊത്തം സോപ്പിട്ട് വേണ്ട. അതിനെ പറന്നു പോകുന്നതാ. കവറെല്ലാം ഇങ്ങനെ ഇട്ടാൽ മതി, പറന്നു പോയി. അങ്ങനെ നമ്മളെല്ലാം പാക്കിങ് ആക്കാൻ തുടങ്ങി. തണുപ്പിൻ്റെ ഇതിൽ വേണ്ട. റെഡിയായി ഗൈസ്. യെസ്, ചിപ്സ് ക്യാം. Okay, bye. Okay, next video. Okay, bye. The view ഒന്നൊന്നര വ്യൂ. എല്ലാം പാക്കാക്കിയിട്ട് നമ്മളെ സാധനം ലഗേജ് എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം മടക്കി വെച്ച് ബാഗ്. പക്ഷേ
ഇതിൽ പോകേണ്ടത് അറിയുന്നില്ല. ഇതിലെ വൈകി അത് വന്ന വഴി വെള്ളം തോന്നി ഒന്നും കാണാൻ പറ്റുന്നില്ല. വന്ന വഴി ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് അടുത്ത് ലെഫ്റ്റ് ഇങ്ങനെ പോകണ്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടോർച്ച് ലൈറ്റ് പോകാൻ നോക്കിയാൽ അടിച്ചാൽ പോയിന്റ് അടിക്കാൻ വരും. കണ്ടെങ്കിൽ വാച്ച്മാൻ ഫോറസ്റ്റിനോടാണ് എല്ലാം എടുത്തില്ല ഇതാ. ബൈക്കിൻ്റെ ചാവി ഉണ്ടാക്കും ഫസ്റ്റ് മെയിൻ. യെസ്, ചാവി ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ക്യാമ്പിങ് കഴിഞ്ഞു. നമുക്കെന്നെ കാണുന്നില്ല ഇപ്പം എങ്ങനെ പോകേണ്ടത്. നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലം ആ സ്ഥലമാണിത്. താഴെ മറ്റേത് കൊക്ക പോലത്തത്, ഇത് മോൾ ഭാഗം. അങ്ങോട്ടാണ് നടന്നുകൊണ്ട് പോകുന്നുള്ളത്. ഗൈസ് കെട്ടി, വഴി കെട്ടി. ഞാൻ ഇവിടുന്ന് 1/2 കിലോമീറ്റർ നടക്കാണ്ട്. സോറി 1/2 കിലോമീറ്റർ നേരത്തെ പോകാനുള്ളത്. പിന്നെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന് പോലെ 1.5 ഞങ്ങൾ ടെൻ്റ് അടിച്ച് നിർത്തിയത്. പിന്നെ 1.5 കിലോമീറ്റർ നടക്കാണ്ട് ഇതിൽ. സമയം ഇപ്പോൾ 7:13. ഇത് ഏത് ലെഫ്റ്റ് റൈറ്റാ? നീ മറ്റേ പോയിൻ്റ് ആക്കുക, എന്നാൽ കുറച്ച് കിട്ടും. ടോർച്ച് പോയിൻ്റ് ആക്കുക. ആ കുറച്ച് വലുതാക്ക്. ആ ഒന്നും കാണുന്നില്ല. കണ്ണാടി മൊത്തം ഫോഗ് അടിച്ചുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇത്ര നേരം ആരും നിൽക്കലില്ല ഈ ഏരിയയിൽ. നമ്മൾ പിന്നെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഈ ഏരിയ കുറച്ച് എന്താ പറയുക, ഹൈ റേഞ്ച് ആയിപ്പോയി. പിന്നെ ഇവിടെ ക്ലൈമറ്റ് എപ്പോൾ മാറുമെന്ന് പറയാനില്ല. ഓർമ്മയില്ലടാ. എന്തായാലും നമ്മൾ വന്ന വഴിയല്ല, എന്നാലും കുന്നിൻ്റെ മുകളിലെത്തും. അവിടുന്ന് കാണുകയില്ല പോകണ്ടേന്ന്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് പോവാം. ഇത് തന്നെ ഈ കുന്ന് നേരത്തെ ഇറങ്ങിയില്ലല്ലേ? ഇറങ്ങി. അപ്പോൾ അപ്പോഴുള്ള അവിടെ ഓരോ മറ്റേ ആൾക്കാരുണ്ടായി, എന്ത് തമിഴന്മാർ. ആ ലെഫ്റ്റ് സൈഡ് പോയി വ്യൂ പോയിന്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വരുന്നത്. ഗൈസ് കാട്ടിക്കൂടിയാണ് ഗൈസ് പോണത്. എങ്ങോട്ടാ? അല്ല, താഴോട്ട് വാ. താഴോട്ട് പോ. ഇങ്ങോട്ട് മാപ്പ് നോക്കല്ലോ. മാപ്പ് മിന്നാമീനിങ് കാണുന്നുണ്ട് ഞങ്ങൾക്ക്. ലൈറ്റ് ഓഫ് ആക്കണ. ആ മതി, കാണുന്നില്ല. ഞാൻ മിന്നാമീനിങ് നോക്കിയെങ്കിൽ സംഭവം റൂട്ടിൽ തന്നെ അല്ലേ? ആ ഗൈസ് എത്തിപ്പോയി. ഒരു മനുഷ്യന്മാരില്ല. നാളെ വായിച്ചെടുത്തോ. പോ
ലോഡ് പിടിച്ചിട്ട് കൈ ഓടിയുന്നു. അപ്പോൾ നമ്മളെ വണ്ടി തന്നെ ഉണ്ടാകാൻ നോക്കണേ. വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി. യെസ്, നമ്മളെ വണ്ടിയുണ്ട് ഗൈസ്. വെച്ച പോലെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, രക്ഷപ്പെട്ടു.